ഷോണെ, ഷാജഹാൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനുള്ള മറുപടി. ആദ്യമായി തന്നെ പറയട്ടെ, അദ്ദേഹത്തെ പോലെ തന്നെ പിണറായി വിജയൻ ജയിലിൽ പോകണമെന്ന് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് സംശയമില്ല. കാരണം പിണറായി വിജയൻ ആരാണെന്ന് കഴിഞ്ഞ 20 വർഷമായ അനുഭവത്തിലൂടെയും എൻ്റെ പഠനത്തിലൂടെയും എൻ്റെ അനുഭവം കൊണ്ടും ഒക്കെ ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഷാജഹാൻ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള വ്യക്തി പിണറായി വിജയനാണ്. എന്തിന് നമ്മുടെ ആങ്കറിനെ തന്നെ എടുത്തു നോക്കിയോ, അനിലേട്ടനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള പിണറായി വിജയനാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ സമൂഹത്തുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധികളായി നിന്നുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു SFI അന്വേഷണത്തിന് ഞാൻ പരാതി കൊടുത്തു, ഞാൻ എൻ്റെ പുറകെ ജോലി ചെയ്യുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് മുമ്പ് നിരവധി ആളുകൾ ഇതിൻ്റെ പുറകെ പോയി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടവരാണ്, നിരവധി ആളുകളുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊള്ളട്ടെ. എൻ്റെ കേസിന് സമയത്ത് ED ഇതുമായി ബന്ധപ്പെട്ട ഒരു ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി. പ്രിഡിക്റ്റീവ് ഒഫൻസ് ഇല്ലാതെ സംസ്ഥാന പോലീസിനോട് ഒരു പ്രിഡിക്റ്റീവ് ഒഫൻസ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് ഒരു കത്ത് കൊടുത്തതിന് ശേഷം ഒരു ECIR രജിസ്റ്റർ ചെയ്തു. 100% ഈ കേസിനെ ദുർബലപ്പെടുത്താനാണ് ED അത് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതെൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ പാർട്ടിയുടെ, നിങ്ങളെല്ലാം പല ആരോപണങ്ങൾ പറയാറുണ്ടല്ലോ, പല ആരോപണങ്ങൾ ഞാൻ പറയാറുണ്ട് പാർട്ടിക്കെതിരെ. ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ ഞാൻ EDക്കെതിരെ ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ലല്ലോ, ഇന്നിവിടെ പറയേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് പറഞ്ഞാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ DGPയായി റിട്ടയർ ചെയ്തൊരു വ്യക്തിയെ കൊച്ചിയിൽ വന്ന് ഒരു വലിയ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ IPS ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാ സിവിൽ സർവൻസിനുമായിട്ടും ഏറെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ IPS ഉദ്യോഗസ്ഥൻ. കേരളത്തിന്റെ മുൻ DGP ആയിരുന്നു. എന്തുകൊണ്ട് അജിത് കുമാറിനെ പലപ്പോഴും ലോകനാഥ് ബെഹ്റ അത് ഇവിടുത്തെ, ഞാനൊരു കാര്യം പറയാം, ലാവ്ലിൻ കേസിന്റെ സമയത്ത് സംഭവിച്ച പോലെ തന്നെ ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിലും അത് കഴിഞ്ഞുള്ള കേസിലും വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. അത് ബോധ്യപ്പെടുത്തുന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ട് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് കസ്റ്റംസിൽ. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഗവേഷണം തുടങ്ങിയിട്ട് വർഷം കുറച്ച് വെച്ചാൽ അങ്ങയുടെ മുമ്പിലൊന്നും അല്ല കേട്ടോ, എങ്കിൽ പോലും 2 വർഷമായി ഞാൻ നല്ല പുറകെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൻ്റെ ഒരു ഫേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വലിയ ഭൂമി ഇടപാടും അവിടുത്തെ ഒരു ഇടപാട് സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു. ഞാൻ അതിൻ്റെ പുറകെ പോയി. ഇതെല്ലാം ചെന്നിട്ട് നമുക്ക് കൃത്യമായിട്ടറിയാം ഇത് അങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ ഇത് ചെന്നു നിൽക്കുന്നത് മൗറീഷ്യസിലാണ്. അതായത് മുഖ്യമന്ത്രിയുടെ തൊട്ടിപ്പുറം കൊണ്ട് അവസാനിക്കുകയാണ് ഇതെല്ലാം. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടെ പല ആളുകളും സ്വപ്ന സുരേഷിനെയും സരിതേനെയൊക്കെ ഒരേ ഗ്രേഡിൽ കണ്ടു. സ്വപ്ന സുരേഷ് ഈ ഒറ്റ തെറ്റേ ഉള്ളൂ, ആ ശിവശങ്കരൻ എന്ന് പറയുന്ന മനുഷ്യനെ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ തെറ്റേ ഉള്ളൂ. ഒരു നല്ല സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ പുറകെ പോയതുകൊണ്ട് ഞാൻ പറയട്ടെ, മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. അവർ പറഞ്ഞില്ലേ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്ന് കാശ് മേടിച്ചെന്ന്. ഞാൻ പറയുന്നു 2,82,00,000 രൂപ വീണ വിജയന്റെ ദുബായ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ലാവ്ലിൻ കേസിൽ ലാവ്ലിൻ്റെ പൈസ ലാവ്ലിൻ, ഞാൻ ഇപ്പോൾ പറയുന്നു, ഞാൻ BJPയുടെ ഭാഗമായിട്ടിരിക്കുന്നതുകൊണ്ട് ഭാഗമായി തന്നെ പറയുന്നു, ലാവ്ലിൻ കേസ് എവിടെ എത്തില്ല. ലാവ്ലിൻ കേസിന് അന്വേഷണം നടന്ന കാലഘട്ടത്തിൽ ഇവിടെ ആരായിരുന്നു പ്രധാനമന്ത്രി? അന്ന് കോൺഗ്രസും CPM ഇവർ രണ്ടല്ലേ, ഏതെങ്കിലും കാലത്ത് അവർ മുന്നണി പോലുമല്ല. അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ആ അന്വേഷണം നടന്നത്. ആ അന്വേഷണം അപ്പോൾ അത് നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ടാണോ? ആ ലാവ്ലിൻ കേസ് എവിടെ എത്തി? ഇപ്പോൾ അത് കേസ് മാറ്റിവെക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ കേസ് മാറ്റിവെച്ചാൽ ഇല്ലെങ്കിലും ലാവ്ലിൻ കേസിൽ പിണറായിയെ ശിക്ഷിക്കാൻ തക്ക ഒന്നും ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതിന് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൽ നിന്നും പണം എത്തിയിട്ടുണ്ട്. വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ലാവിൽ നിന്നും പണം എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ തൃശ്ശൂർ വന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ച കാര്യം പറഞ്ഞു. എന്ത് ലാഭമാണ് BJPക്ക് ഈ പിണറായി വിജയനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് ലാഭം ഉണ്ടായി? BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് രാഷ്ട്രീയപരമായി കൃത്യമായ ചിന്താഗതി അജണ്ടയുണ്ട്. പക്ഷേ പിണറായി വിജയനെ ലാഭം സംരക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? പിണറായി വിജയന്റെ പൂരം കലക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ മറുപടി പറയാനുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റ കാര്യം, കേരളത്തിലെ കേന്ദ്ര അത് ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇവിടെ RSSന്റെ നേതാക്കളെ ഇവിടെ ADGP RSSന്റെ നേതാവിനെ കണ്ടെന്ന് പറഞ്ഞു. ADGP ആരെ കണ്ടു എന്തെന്നുള്ളതല്ല, പക്ഷേ എന്തു വലിയ തെറ്റാണ്.
RSS ഞാൻ ഇന്നലെ RSSന്റെ കാര്യത്തിൽ പോയി RSS നേതാക്കളെ കുഴപ്പം. ഞാനൊരു കാര്യം പറയട്ടെ, പാണക്കാട്ട് തങ്ങളെ കാണാൻ പാണക്കാട്ടു ഇവിടെ കേരളത്തിൽ ഇവിടെ പറഞ്ഞു പറ്റുന്ന ഒരു വിഷയം, പാണക്കാട്ടു തങ്ങളെ കാണാൻ ആർക്കെങ്കിലും പോകാമെങ്കിൽ RSSന്റെ നേതാക്കളെ കാണാനും പോകാം. ഞാൻ പറയുന്നു ആർക്കെങ്കിലും പോകാൻ അവകാശമുണ്ടെങ്കിൽ RSS നേതാക്കളെ കാണാൻ പോകാൻ അവകാശമുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാ ബഹുമാനം കൊണ്ട് ഞാൻ വലിയ ബഹുമാനം കൊണ്ട് കാണുന്ന ആള് ഇവിടെ ചർച്ചയ്ക്ക് മോഡറേറ്റർ ഉണ്ട്. ചർച്ചയ്ക്ക് മോഡറേറ്റർ ആകാൻ എല്ലാവരും എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഒരു ലാഭം ബിജെപിക്ക് ഉള്ള ഒരു ലാഭം ഒന്ന് ചൂണ്ടിക്കാണി. ബിജെപിക്ക് ആകെപ്പാടെ നമുക്ക് ഇല്ല, അതിലേക്ക് പോകണം. ഷോണ, ഒറ്റ കാര്യം, അതായത് ഈ കേരളത്തിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പിണറായി വിജയൻ നിയന്ത്രിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് 100% യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. ഈ കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുണ്ടല്ലോ, ചെയ്യുന്നവരാണ്. അറിയാം, എനിക്കറിയാം. മറ്റൊരു കാര്യം നോക്കൂ, ഇവിടെ ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഞാൻ ഒറ്റയ്ക്കല്ല, സംസ്ഥാന നേതൃത്വത്തിന്റെ അഡ്വക്കേറ്റ് ഷോൺ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഈ ഇ ഡി ഉദ്യോഗസ്ഥനുണ്ടല്ലോ, രാധാകൃഷ്ണൻ. ഒരു മിനിറ്റ്, അയാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ഇപ്പം ഡെപ്യൂട്ടി ഡയറക്ടറാണെന്ന് തോന്നുന്നു. ആ രാധാകൃഷ്ണനാണ് ഇതെല്ലാം ചോർത്തി കൊടുത്തത് പിണറായിക്ക്. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം കരുവന്നൂർ കേസ്, അതിൻ്റെ അവസ്ഥ എന്താ? കരുവന്നൂർ കേസ് അന്വേഷിക്കാൻ ഇതേ രാധാകൃഷ്ണനെ, രാധാകൃഷ്ണനാണ് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ കരുവന്നൂർ കേസ് അന്വേഷണം എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കറിയാമല്ലോ. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ, ഇതൊക്കെ തുറന്ന് പറയണ്ടേ? അപ്പോ നോക്കൂ, കേരളത്തിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പിണറായി വിജയന് അടിയറവ് വെച്ചോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അത്രയേ ഉള്ളൂ. അത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം. അത് മേലെ ഇരിക്കുന്നവർ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിയറവ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ള സൂചന തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ അന്വേഷണ ഏജൻസികളിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി ഹോം മിനിസ്റ്ററെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് മതി. റിട്ടേൺ പെറ്റീഷൻ